എല്ലാവർക്കും നമസ്കാരം. രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു പ്രത്യേകതരം സാധനം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് വേണ്ടി സൂപ്പർ ഒരു ഐറ്റമാണ്. അതിനെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തന്നിട്ട് ഞാൻ പറയാം. അതിൻ്റെ ഗുണകരം എത്രയാണെന്ന് ഞാൻ ഇടുമ്പോൾ പറഞ്ഞു തരാം. ചീനിച്ചട്ടി എടുത്തു വെച്ചു. ചൂടായി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഏതെണ്ണ വേണേലും എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. വളരെ കുറച്ചൊരു 1/4 ടീസ്പൂണേ ഉള്ളൂ ഉലുവ. അതങ്ങോട്ടിട്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് 1 സ്പൂണ് ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, വെളുത്ത എള്ള്, കറുത്തത് വേണ്ട, 1 ടീസ്പൂൺ നിറച്ച് വേണം. അതും കൂടി ഇങ്ങോട്ടൊന്ന് ഇട്ടു. 4 വറ്റലുമുളക് ഉണങ്ങിയത്, അത് മുറിച്ചില്ല. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മുറിക്കാം. ഞാൻ മുറിക്കാതിടുക. ജസ്റ്റ് ഒന്ന് മൂത്തോട്ടെ. ലൈറ്റ് മെറൂൺ ആകുമ്പോൾ നമുക്ക് ബാക്കി കാര്യം കാണിച്ചു തരാം. 6-7 വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിനെയും കൂടി ഇതിനകത്ത് കൂട്ടത്തിലിടുവാണ്. ഇതേണ്ട ഒരു ലൈറ്റ് മെറൂണായി കണ്ടോ. ഡാർക്ക് ആവണ്ട. അതിന് മുമ്പേ 2 സവാള പൊടിയായിട്ടെടുത്ത് അരിഞ്ഞത് അതും കൂടി ഇതിനകത്തോട്ട് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്നൊരു പകുതിയെങ്കിലും ഒന്ന് മൂത്തോട്ടെ. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചു തരാം. അപ്പോൾ മൂക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് ഇതാകാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ അങ്ങോട്ട് ഇടുവാണ് കേട്ടോ. ലൈറ്റ് മെറൂൺ ആകുമ്പോൾ നമ്മൾ അടുത്ത പണിയിലോട്ട് വന്നു. കാരണം മൊത്തം അങ്ങനെ മുരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയൊക്കെ വറ്റിപ്പോകത്തില്ലേ. ഇനിയും പണികൾ കിടക്കുക. അപ്പോൾ 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി. ഇത്രയും മൊരിഞ്ഞാൽ മതി. അടുത്ത പണിയിലോട്ട് നമുക്ക് പോകണ്ടേ. അതുകൊണ്ടാണ്. പിന്നെ ഇതിനകത്ത് മെയിൻ ഒരു സാധനം ചന മസാല എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ മാങ്ങാപ്പൊടിയൊക്കെ കൂടെ ചേർന്നിട്ട് കിട്ടുന്നതാണ്. ഇത് ഉറപ്പായിട്ട് 1 ടീസ്പൂണും വേണം. അപ്പോൾ ഒരു ചെറിയ പുളിയും രുചിയും ഒക്കെ കിട്ടും. അതും കൂടെ ഇട്ടു. എന്നിട്ട് അപ്പോൾ നമ്മളെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി അതിനകത്ത് ഇടാൻ പോകുന്നത് മെയിനായിട്ട് നമ്മളുടെ മത്തങ്ങയാണ്. മത്തങ്ങയുടെ തൊണ്ടില്ലേ, ഇതിനെ കഴുകി എടുത്തിട്ട് വേണം നമ്മൾ അരിയാൻ. പിന്നെ ഇത് തൊണ്ട് കളയത്തില്ല. തൊണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഗുണം. അതായത് വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിരിക്കുന്ന സംഭവമാണ് മത്തങ്ങ. മത്തങ്ങ നമ്മൾ ചീനിച്ചട്ടിക്കകത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. മെയിൻ കാര്യം ഇത് സിമ്മിലിട്ട് ചെയ്യാവൂ, ഹൈയിലിടരുത്. ഇതെല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 50 ml വെള്ളം, ഇതുവരെ നമ്മൾ വെള്ളം തൊട്ടിട്ടേ ഇല്ല കേട്ടോ. ഒരു 50 ml വെള്ളം എടുത്തിട്ട് 4 വശവും ഒന്ന് തളിച്ചിട്ട് അടപ്പ് വെച്ചതേ കണ്ടോ, എല്ലാം തല്ലിക്കൂട്ടി. അത് കഴിഞ്ഞിട്ട് അടപ്പ് വെച്ചിട്ട് സിമ്മിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടപ്പ് പൊക്കിയിട്ട് ഒന്ന് ഇളക്കി നോക്കാം. 5 മിനിറ്റ് നേരം ഞാൻ സിമ്മിലിട്ടിട്ട് മൂടി അടച്ചിട്ട് ഒന്ന് ഇടയ്ക്ക് വെച്ച് പൊക്കി നോക്കി. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ മൂടി അടച്ചു. എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കണ്ടോ, നല്ല സൂപ്പറായിട്ട് നമുക്ക് വിചാരിക്കും അയ്യോ ഇതിനെ തൊണ്ട് വേവത്തില്ലയോ എന്ന്. തൊണ്ടും വെന്തു, എല്ലാം വെന്തു, സൂപ്പറായി. പിന്നെ ഇതിനകത്തൊരു നല്ല പോലെ വെന്ത് കണ്ടോ. എല്ലാവരും വിചാരിക്കും തൊണ്ടുള്ളതല്ലേ, അയ്യോ വേവോ ഇല്ലയോ എന്നതേ കണ്ടോ. എന്താണെന്നറിയാമോ, 5 മിനിറ്റ് ഇടവിട്ട് 2 പ്രാവശ്യം അടപ്പ് പൊക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കണം. എനിക്ക് പറയാനുള്ള ഒറ്റയൊരു കാര്യം, സിമ്മിൽ മാത്രമേ യൂസ് ചെയ്യാവൂ കേട്ടോ. ഇതിന് 1 ടേബിൾ സ്പൂണ് കരിപ്പട്ടിപ്പൊടി, ചക്കരപ്പൊടി, അതായത് അതിടാതെയും നല്ല ടേസ്റ്റാണ്, ഇട്ടും കഴിക്കാം. ഇനിയിപ്പോൾ ഡയബറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞ് ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില അതും കൂടെ ഒന്നിട്ട് ഒന്ന് ഇളക്കി മറിച്ചെടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് സന്തോഷമാണെങ്കിൽ എനിക്കൊരു വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ തരണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു.